രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി. രാഹുൽ ഗാന്ധി നുണപ്രചാരകനായി എന്ന് സഞ്ജയ് സിംഗ്. AAPK രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. और पार्लियामेंट के अंदर चाहे पार्लियामेंट के परिसर में हो और चाहे प्रधानमंत्री के सामने वो नारा कहिए तो मैं फिर दोहरा दूं, मोदी अडानी भाई भाई वाला किसने लगाया था? हम लोगों ने लगाया था, आम आदमी पार्टी वालों ने। जातिगत जनगणना से लेके सारे मुद्दों का हम सब अपनी बात रख चुके हैं। जातीय जनगणना के कब खिलाफ थे हम? जातिगत जनगणना के खिलाफ कब हम बोले हैं? जातीय जनगणना के पक्ष में बोले हैं। അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ശരിയാണ്, ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വിടവുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം. ഇപ്പോ ജയിച്ചാൽ ഉടൻ തന്നെ ജയിച്ചാലും കേജ്രിവാൾ ജയിലിൽ പോകുമെന്നാണ് സന്ദീപ് ദീക്ഷിതിന്റെ പരാമർശം ഉണ്ടാകുന്നത്. അതിനു മുമ്പുള്ള പ്രതികരണം കൂടി നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ പരസ്പരം എക്കാലത്തും നിൽക്കുന്ന വിടവുകൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രചാരണവും ആരോപണവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഡൽഹി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തമ്മിലടി തന്നെയാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. ഇന്നലെ സീലംപൂരിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു പൊതു റാലിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ഈ ജാതി സെൻസസ്, അദാനി വിഷയം, അഴിമതി വിഷയം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പ്രഖ്യാപിച്ച നയങ്ങൾ അല്ലെങ്കിൽ അതൊന്നും പാലിക്കുന്നില്ല. ഈ ഷീലാ ദീക്ഷിത് മാറി അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ അഴിമതി മുക്ത ഡൽഹി എന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം, മോദിക്കെതിരെ അദാനി വിഷയം ഉയർത്തി പ്രതിഷേധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ ഉയർത്തി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനെതിരെ ഒരു മറുപടി നൽകുകയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി. അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് തക്കതായിട്ടുള്ള മറുപടി, സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല രാഹുൽ ഗാന്ധിയുടെ എന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടി പറയുന്നു. മാത്രമല്ല അദാനി വിഷയത്തിലും ഈ ജാതി സെൻസസിലും ആദ്യമേ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തത് അത് തങ്ങളാണ് എന്നുള്ള കാര്യമാണ് ആം ആദ്മി പാർട്ടി, പ്രത്യേകിച്ചും രാജ്യസഭാ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ് ആവർത്തിക്കുന്നത്. മോദിക്ക് മുന്നിലടക്കം വന്നു നിന്ന് അദാനി മോദി ബായ് ബായ് എന്ന് വിളിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ആദ്യം ചെയ്തത് ആം ആദ്മി പാർട്ടി ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മറുപടി രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഒരു പത്രസമ്മേളനത്തിനോട് കൂടി നൽകാൻ അരവിന്ദ് കെജ്രിവാളും ഒരുങ്ങുകയാണ്.